ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ നല്ല അടിപൊളി തക്കാളി വെച്ചൊരു അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഒരു കിലോൻ്റെ അടുത്ത് തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ തക്കാളിൻ്റെ പുറത്തെ തൊലിയൊക്കെ ഒന്ന് കളയാനാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തീ ഓഫാക്കിയിട്ട് വെള്ളമൊക്കെ ഊറ്റിയൊക്കെ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഈ തൊലിയൊക്കെ ഒന്ന് ഇരിഞ്ഞ് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് ആ തക്കാളീൻ്റെ ആ മൂട് ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളയണം കേട്ടോ. ആ കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മുറിച്ച് കളഞ്ഞെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനെല്ലാം തൊലി കളഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മളെ തക്കാളിയൊക്കെ ഇതാ ഫുള്ളും തൊലിയൊക്കെ കളഞ്ഞെടുത്തു. ഇനി നമുക്കത് മിക്സിയുടെ ജാറിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണേ. പിന്നീട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് എണ്ണ കേട്ടോ ഒഴിച്ചത്, നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ എപ്പോഴും ടേസ്റ്റ് നല്ലെണ്ണയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ ഉലുവ, അതേപോലെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് ഉണക്കമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുത്ത്. പിന്നീട് നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അതിലോട്ട് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മളെ ഒരു 3-4 പച്ചമുളക് ഒന്ന് വട്ടത്തിലായിട്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതൊക്കെ ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കരിയാത്ത രീതിയിൽ. പിന്നീട് നമ്മൾ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, തക്കാളിൻ്റെ പേസ്റ്റ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി അതിൻ്റെ തക്കാളിത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി അരക്കുമ്പോൾ അതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. പിന്നീട് ഞാൻ അതിലോട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്ത് അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നത്. അതിൽ കുരു ഉള്ള വാളംപുളി ആയിട്ടാണ് ഞാൻ അങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്നത്. നിങ്ങൾ കുരു ഇല്ലാത്താണെങ്കിൽ നമ്മൾ തക്കാളി അരക്കുമ്പോൾ അതിൽ കൂട്ടി അരച്ചാൽ മതി കേട്ടോ. പിന്നീട് ഞാനൊരു എരിവിന് ആവശ്യത്തിനൊരു കുറച്ച് മുളക് പൊടി ഇട്ട്, സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളകല്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിലെ വെള്ളമായി എല്ലാം വറ്റിച്ച് എണ്ണ തെളിയുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. കുറച്ച് മെനക്കെട്ട പണിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ തോനെ കിട്ടുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ചോറിനും അതേപോലെ രാവിലെ നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ സൂപ്പറാട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി വെള്ളമെല്ലാം വറ്റിയൊന്ന് എണ്ണയൊക്കെ ഇതേപോലെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ശർക്കരേൻ്റെ ഒരു പകുതി കഷ്ണം ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവും മധുരവും ഉപ്പും ഒക്കെ കൂടി നമ്മൾ അടിപൊളി ടേസ്റ്റാണ്. ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ശർക്കര. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയ്ക്കുള്ളേ.